പല പ്രൈവറ്റ് കമ്പനിയിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മോഹവും വൈദ്യുതിയും എന്ന് അവർ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഇരുന്നൊരു ജോലി മാത്രം മതി. ഈ ബൈക്ക് ഡെലിവറി ഇപ്പോൾ ബൈക്കിൽ പോയാൽ ഏത് സമയത്ത് എപ്പോഴാണ് അപകടം ഉണ്ടാകുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ കഷ്ടപ്പാട് കൊണ്ട് ഈ വരുമാനം കൊണ്ട് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. ആ ആഗ്രഹത്തിൻ്റെ ഒപ്പം ചേട്ടൻ്റെ മുഖം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഡോക്ടേഴ്സ് എന്താ പറഞ്ഞേ, നമുക്ക് അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഏതാ ഫേസ് പഴയതുപോലെ ആക്കാൻ പറ്റൂന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ? പഴയപോലെ ആക്കാൻ പറ്റില്ല, അല്ല കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. കുറച്ച്. ചേട്ടന് നിലവിൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്? പ്രഷർ ക്ഷമിക്കണം, എനിക്ക് കുറച്ചുകൂടി ഉറക്കെ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അസുഖമുണ്ട്? നിലവിലിപ്പോ ഒരു കണ്ണിന്റെ കാഴ്ചയുടെ പ്രശ്നം. കണ്ണിന്റെ കാഴ്ച ഇനിയിപ്പോ ഈ കണ്ണ് ശരിയാക്കാൻ പറ്റത്തില്ല. കാരണം ആരെങ്കിലും ദാനം ചെയ്താലേ എന്തെങ്കിലും ചെയ്യാം. ഞാൻ ഈ പാട് മുറിക്കുമ്പോൾ പാടുണ്ട്, അതൊന്ന് വായിച്ച് കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ കഴിച്ച് വലിയ വായാൽ തയ്യലിൻ്റെ പാടൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ ചെവി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചെവി ഇങ്ങനെ കൊച്ചിലൊക്കെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പേടിച്ചു പോകും. ഈ മുഖം അല്ല ഇങ്ങനെ കൊച്ചിലെ ചെവി ഇങ്ങനെ മടങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഇത്ര നിവർത്തി വെച്ച്. അപ്പം നമ്മുടെ ഈ ചെവിക്ക് ഹോള് ഇങ്ങോട്ടാണ്, ഇതിന് ഇച്ചിരി താങ്ങുക ഇവിടം വരെയൊക്കെയാണ് ഹോള് കിടക്കുന്നത്. ഈ ചെവിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി അവഗണനയും കുറ്റപ്പെടുത്തലും കളിയാക്കലും കേട്ടാണ് വിരിച്ചേട്ടൻ്റെ ഓരോ ദിവസവും കടന്നു പോകുന്നത്, ശരിയല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോ ജോലിക്ക് പോകുമ്പോ പിന്നെയും ഇത് തന്നെയാണല്ലോ കേൾക്കുന്നത് സമൂഹത്തിൽ നിന്ന്. അങ്ങനെ തന്നെയാണല്ലോ. തലേ ദിവസമൊക്കെ കാര്യം പിറ്റേ ദിവസം രാവിലെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അതിങ്ങനെ മനസ്സിൽ അലക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ചേട്ടൻ അതിനെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? അന്ന് വെച്ചാൽ ആളുകൾ പലതും പറയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എനിക്കുള്ള കുറവുകളല്ലേ അവർക്ക് എന്ത് വേണം പറയാമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്നും പറയാനും പോയിട്ടില്ല. ജനിച്ച നാളെ നമുക്ക് കേൾക്കലല്ലേ, പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഞാനൊന്നും പറയാനൊന്നും പോയിട്ടില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ വീട്ടിൽ അച്ഛനോടും അമ്മയോടും പോയി പറയാറുണ്ടോ? പണ്ട് പറയാറുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമുള്ളവർക്ക് അവരെന്ത് പറയും? അപ്പൊ തിരിച്ചവരെന്താ പറയാ? തിരിച്ച് അവർ പറയും സാരമില്ല, നമുക്ക് ഇപ്പോൾ കുഴപ്പമില്ല, ആളുകളുടെ വിവരമൊക്കെ കൊണ്ട് പലരും പറയുന്നതെന്ന് വിചാരിച്ചു. ഈ കഴിഞ്ഞതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫുഡിൻ്റെ സംഭവം, അതൊന്നും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അത് എന്തേലും വിഷമം കൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ ടെൻഷൻ കൂടും. ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 3 വട്ടം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന പ്രായത്തിൽ. എന്തിനാ? ഞാൻ എലിവേഷൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എലിവേഷൻ കഴിച്ച് എന്നിട്ട് എങ്ങനെയോ രക്ഷപ്പെട്ട് വീണ്ടും അവഗണന കേട്ടപ്പോൾ വീണ്ടും രണ്ടാമതും പുറത്തു പോയി എലിവേഷൻ കഴിച്ച് വന്നാടം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അങ്ങനെ കുറച്ച് ദിവസം അവിടെ കിടന്ന് പിന്നെ മറ്റേ മെൻ്റൽ ഹോസ്പിറ്റലിൽ കുറച്ച് നാൾ കിടന്നിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ആൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ആൾക്കാരിലൊക്കെ അവഗണനപ്പോൾ നമുക്ക് മനസ്സിൽ സഹിച്ച് നിൽക്കുന്ന ഒരു പരിധി ഉണ്ടാവും. ആ പരിധി വിട്ടു വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം കൺട്രോൾ പോകും. അതാണ് പറ്റിപ്പോകുന്നത്. അച്ഛനമ്മയെ എന്ത് പറഞ്ഞപ്പോ ആത്മഹത്യ സമയത്ത്? അവര് ഭയങ്കര കരച്ചിലും ഇതൊക്കെ ആദ്യം ആ സമയത്ത്. ചേട്ടന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ആരുണ്ടാവുമായിരുന്നു? ഇതൊക്കെ നോക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ കാണുമല്ല. പക്ഷെ ഞാൻ എൻ്റെ വിഷമം കൊണ്ട് ഞാനങ്ങനെ ആ സമയത്ത് ചെയ്തു പോയതാണ്. ഇത് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എത്രയെന്ന് വെച്ച് കേട്ട് ഇങ്ങനെ ഇത്ര പരിശോഷങ്ങൾ എത്രയെന്ന് കേട്ട് നമ്മൾ നിൽക്കും. അപ്പോൾ ആരും അങ്ങനെ ചെയ്തു പോകും. അങ്ങനെ ഞാനും ചെയ്തു പോയല്ലോ. ചേട്ടനെ ഇത്രയും ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് പഴയ തലമുറയിൽപ്പെട്ട ആളുകളാണോ അതോ ഇപ്പോഴത്തെ ജനറേഷനുള്ള ആളുകളാണോ? ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആളുകളാണ്. അത് പഠിക്കുന്ന കാലൊക്കെ വെക്കും. പക്ഷെ പഴയ തലമുറയിലെ ആളുകൾ അത്ര ഉണ്ടായിട്ട് കളിയാക്കിയിട്ടില്ല. പഴയ തലമുറ ആളുകൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ബസ്സിൽ കയറി ഒരു പ്രായമുള്ള ആളുകളുടെ ഇരിക്കണമെന്ന് വെച്ചു, അവരവിടെ നിന്ന് എണീറ്റ് മാറും. അല്ലാതെ ചിലപ്പോൾ അവർ ചില പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ മാറി ഇരുന്ന് അയ്യോ ആ കൊച്ചിനെ കണ്ടായി എന്ത് കഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കൂടുതൽ കളിയാക്കിയിട്ടുള്ളത് പഠിക്കുന്ന പ്രായത്തിലെ പുതിയ തലമുറയിലെ ആൾക്കാർ.